ഇത് നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തേനി നോക്കാം. സാധാരണ നമ്മൾ വീടുകളിൽ മിക്കപ്പോഴും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വളരെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ് സാധാരണ റെഡിയാക്കിയിട്ട് എടുക്കാറ്. പക്ഷേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണ ഫ്രൈഡ് റൈസിലേക്ക് നമ്മളൊരു 10 തരത്തിലുള്ള വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ അത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. ആകെ കൂടി ഒരു പണിയുള്ളത് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ചിന് കൊടുത്തേക്കുക, ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചോറാണല്ലോ വേണ്ടത്. ഞാനിവിടെ ബസ്മതി റൈസ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തത് ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ബസ്മതി റൈസിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ആ എടുത്തിരുന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം ചേർക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കണ ഏത് ഗ്ലാസ്സാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരി ഇടുക, 1.5 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഇപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസുമതി റൈസ് തന്നെ വേണമെന്നില്ല. ഈ പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല, ഇഡ്ഡലി റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. പച്ചരിക്കായിരുന്നാലും ഇഡ്ഡലി റൈസിനായിരുന്നാലും ഈ സെയിം അളവിൽ തന്നെ എടുത്താൽ മതി വെള്ളത്തിൻ്റെ അളവ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചോറിനാണ് എടുക്കണ നമ്മുടെ കുത്തരിയുടെ ചോറുണ്ടല്ലോ, ആ ചോറ് വെച്ചിട്ടും ഇതേപോലെ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് മാത്രം. ഞാനിവിടെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറൊന്നും ഇരുന്നിട്ട് ചൂടാറണം, എന്നിട്ട് വേണം ഈ ചോറ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബസ്മതി റൈസ് ആയിരുന്നാലും പച്ചരിയൊക്കെ ആയിരുന്നാലും ചൂടോട് കൂടിയിട്ട് ഫ്രൈഡ് റൈസിൽ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ചോറ് അങ്ങോട്ട് കുഴഞ്ഞ പോലെ അല്ലെങ്കിൽ ഒട്ടി പിടിച്ച പോലെയൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ നേരത്തെ കൂട്ടിയിട്ട് വേവിച്ച് റെഡിയാക്കിയിട്ട് വെച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല ചോറ്. പിന്നെ നമ്മളിത് ആ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചോറ് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കും. അപ്പോൾ ഈ ചോറ് ഞാൻ വേവിച്ചെടുക്കണ അതും കൂടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഞാനിവിടെ കുറച്ചധികം ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ചധികം വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ടെങ്കിലും ഫ്രൈഡ് റൈസ് കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വെജിറ്റബിൾസൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല, എല്ലാവരും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് ഞാനിവിടെ കോൺ എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കോവയ്ക്ക എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കുറേശ്ശെ എടുക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും ഫ്രൈഡ് റൈസിൽ ചേർക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സവോള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഒരു 3 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാം. മുട്ട ചേർക്കണമെന്ന് നിർബന്ധമില്ല, വെജിറ്റേറിയൻകാർക്ക് മുട്ട ചേർക്കണ്ട. ഇപ്പോൾ അല്ലെങ്കിൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ടയും കൂടി ചേർക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സോയാ സോസ് എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. മുളകിൻ്റെ പൊടിയായിട്ട് ചേർക്കണ്ട, ഇതേപോലെ ക്രഷ് ചെയ്തേക്കണ മുളക് ചേർക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ വഴുതനങ്ങയൊന്നും അങ്ങനെ സാധാരണ ആരും ചേർക്കില്ല. പക്ഷേ വഴുതനങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. വഴുതനങ്ങ ആണെന്നുള്ളത് നമുക്ക് ആ ഫ്രൈഡ് റൈസിൽ നിന്ന് അതിൻ്റെ കൂടെ കൊണ്ട് കഴിക്കുമ്പോൾ നമുക്കത് അങ്ങോട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഈ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റൈസ് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് റൈസ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇതിലേക്ക് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കണം. അപ്പോൾ 1 ഗ്ലാസ് അരി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഫസ്റ്റ് പകർത്തുന്നത്. കാരണം ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് റൈസിലേക്ക് ചേർക്കുക. അപ്പോൾ റൈസ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടും ഉപ്പ്. ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർക്കുക. ആ വെള്ളം നമ്മൾ എടുക്കുമ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ നന്നായിട്ട് നിറച്ചിട്ട് എടുക്കണം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഫസ്റ്റ് ചേർത്തല്ലോ,
അപ്പോൾ എടുക്കുമ്പോൾ അങ്ങനെ കുറേ കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൈസ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ വെള്ളം കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇതേപോലെ തന്നെ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ റൈസിലേക്ക് ചേർക്കുമ്പോൾ റൈസ് വെന്ത് വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടി നിൽക്കണം, കാരണം റൈസിലേക്കുള്ള ഉപ്പും കൂടിയിട്ട് വേണമല്ലോ. അപ്പോൾ ഒരുപാടല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊന്ന് കൂടി നിൽക്കണം, എന്നാൽ ഭയങ്കര ഉപ്പിൻ്റെ കട്ട പോലെ ആവരുത് കേട്ടോ. ഇനി ഇത് റൈസിലേക്ക് ചേർക്കാം. ഇനി തീ ഓണാക്കാം. ഇനി റൈസ് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ തള ഇങ്ങനെ വരില്ലേ, അങ്ങനെ തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ എന്തോരം കുറച്ച് വെക്കാമ്പോൾ അത്രയ്ക്കും കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വെക്കുക. കാരണം ചെറിയ തീയിലിരുന്നിട്ട് ഈ ചോറ് വെന്ത് വരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും ചോറ് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ തീ ഇങ്ങനെ കുറേ കൂട്ടിയിട്ടിട്ട് ചോറ് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ചോറിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം നന്നായിട്ട് കയറും. അപ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചോറൊക്കെ ആയതുകൊണ്ട് കുഴഞ്ഞ പോലെ വരും. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ തീ നന്നായിട്ട് കുറച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വയ്ക്കണം. എന്നിട്ട് ആ വെള്ളമൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വറ്റിയിട്ട് ചോറ് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വരും. അപ്പോൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേ. നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഞാനിവിടെ നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ചോറിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു 14 മിനിറ്റ് കേട്ടോ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചോറ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചോറ് ഇതേപോലെ വേവിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഫ്രൈഡ് റൈസിൻ്റെ മിക്സിലേക്ക് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചൂടോട് കൂടിയിട്ട് ചോറ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് ഇങ്ങനെ ആകെ കുഴഞ്ഞ പോലെ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് വരും. അതിപ്പോൾ എത്ര വേവ് കുറച്ച് നമ്മൾ ചോറ് എടുത്താലും അങ്ങനെ വരും. അപ്പോൾ ചോറ് എപ്പോഴും കുറച്ച് നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഈ ചോറ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ തലേ ദിവസം നമ്മൾ ചോറ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കുക. ഓയിൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ടോസ്റ്റഡ് സെസ്മി ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നാട്ടിൽ എങ്ങനെ കിട്ടാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇവിടെ മിക്ക കടകളിലും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഒരു ചൈനീസ് ഫുഡിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ബീഫൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഞങ്ങൾ സാധാരണ ഈ ഓയിലാണ് ചേർക്കാറ്. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതല്ല കേട്ടോ ചേർക്കുന്നത്. പക്ഷേ ഇത് ചേർത്തിട്ടുണ്ട് ഞാൻ സാധാരണ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ ഇത് ചേർക്കണില്ല. എന്നിപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കാം. ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. പിന്നെ ഇതേപോലെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതലൊന്നും ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറേ വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓയിൽ വേണമല്ലോ. പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് കേട്ടോ ചേർത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് നല്ല കട്ട പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഒലിവ് ഓയിലാണ് ചേർക്കാറ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൊരിയണം ഫസ്റ്റ്. അപ്പോൾ ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്നായിട്ട് കരിഞ്ഞ് പോകും. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ബീൻസ് ചേർക്കാം. ക്യാബേജ് ചേർക്കാം. പച്ചമുളക് ചേർക്കാം. എല്ലാ വെജിറ്റബിൾസും ചേർക്കാം. ക്യാപ്സിക്കം ലാസ്റ്റ് ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങും ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നല്ല പൊടിയായിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടില്ല. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളകാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കി ചേർക്കണം കേട്ടോ, കാരണം ചോറിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക.
ഇനി ഇത് മൂടി വയ്ക്കണ്ട, ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചിട്ട് എടുക്കുക. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൊണ്ട് വെള്ളം വന്നിട്ട് ഇത് ആകെ കൊണ്ട് കുഴഞ്ഞ പോലെ വരും. ഇതേപോലെ തുറന്ന് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ വെജിറ്റബിൾസ് വെന്ത് കിട്ടുകയും ചെയ്യും, പിന്നെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വരികയും ചെയ്യും. ആ ടേസ്റ്റ് ആയിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ മൂടി വയ്ക്കണ്ട. പിന്നെ വെജിറ്റബിൾസൊക്കെ നമ്മൾ നല്ല ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റാണ് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിവിടെ ഒരു 5 മിനിറ്റാണ് ഇതേപോലെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാനും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അങ്ങനെ കറക്റ്റായിട്ടൊന്നും അളവില്ല, നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ചൊന്നും ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടിയൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ചേർക്കാം, അപ്പോൾ അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ലാസ്റ്റ് ചേർത്താൽ മതി. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ചേർക്കാം. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചോറ് ചേർക്കാം. അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചോറ് വേണ്ട, ചോറ് ഇങ്ങനെ ഒട്ടും ഒട്ടി പിടിക്കില്ല. ചൂടോട് കൂടിയിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങോട്ട് ആകെ കുഴഞ്ഞ് ഇങ്ങനെ ഒട്ടി പിടിക്കും. ഈ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചോട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ കിടക്കുന്ന വെജിറ്റബിൾസ് അടിയിൽ പിടിക്കും. ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർക്കാം. സോയാ സോസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ചേർക്കാം. ചോറായിരുന്നാലും നമ്മളിങ്ങനെ ഇളക്കുമ്പോഴായിരുന്നാലും ഒട്ടും കുഴഞ്ഞു പോണില്ലല്ലോ. എല്ലാവരും അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയും കൂടിയും ചേർക്കാം. മുട്ട ഞാനിവിടെ സെപ്പറേറ്റ് കൊത്തിപ്പൊരിച്ചിട്ടാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ ഈ ചോറ് ചേർക്കാൻ പോണതിന് മുമ്പ് വെജിറ്റബിൾസ് എല്ലാവരും കൂടിയിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ സെപ്പറേറ്റ് കൊത്തി പൊരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കണത്. ഇത് നീക്കി വയ്ക്കാം. ഈ മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. ഇപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാം. ഇനി മുട്ട ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതൊക്കെ കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.